2026 വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ഈ രണ്ട് മണ്ഡലങ്ങളുടെയും ഒരു സ്ഥിതി? കാസർഗോഡ് ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃക്കരിപ്പൂര്. 77 രൂപീകൃതമായ മണ്ഡലമാണ് തൃക്കരിപ്പൂര്. എല്ലാ കാലത്തും ചുവന്ന് കിടക്കുന്നൊരു മണ്ണ. ആ മുസ്ലിം വോട്ടുകൾ UDF അനുകൂലമായി എൻ ബ്ലോക്കായിട്ട് നീങ്ങാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇത്തവണ ആ സീറ്റ് കാരണം അൻവറിൻ്റെ ടീം അവരും ചോദിച്ചിട്ടുള്ള 3 സീറ്റുകൾ ഒന്ന് തൃക്കരിപ്പൂരാണ്. ചോദിക്കുന്ന 3 സീറ്റും ഒന്ന് തൃക്കരിപ്പൂര്, അത് നിസാർ മേത്തറിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഇത് 3ഉം ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിരിക്കുന്ന സീറ്റാണ്. അങ്ങനെയുണ്ട്. ദീപ്തിവരിക്ക് തൃപ്പൂണിത്തുറ നല്ല സാധ്യതയുണ്ട്. കാരണം അവിടെ ഈഴവ വോട്ടുകൾ വളരെ പ്രസക്തമാണ്. ഹിന്ദു വോട്ടുകൾ എന്ന് പറയുന്നത് തന്നെ വലിയൊരു വോട്ട് ബാങ്കാണ്. ക്രിസ്ത്യൻ വോട്ടുകളും അത്യാവശ്യമുള്ള സ്ഥലമാണ് അവിടെ. ദീപ്തി മേരി വർഗീസിനേക്കാൾ ഞാൻ സാധ്യത കാണുന്ന ഒരാളാണ് M. ലിച്ചു. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള ഇതിലും കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുമല്ല ഈഴവ സമുദായ അംഗമാണ്. രാജീവ് നമസ്കാരം. നമസ്കാരം. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങളാണ്. ഒന്ന് തൃപ്പൂണിത്തുറയും അതോടൊപ്പം തന്നെ തൃക്കരിപ്പൂരും. തൃക്കരിപ്പൂര് തുടർച്ചയായിട്ട് LDF വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ ഇപ്രാവശ്യം UDF ചില പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നുണ്ട്. തൃപ്പൂണിത്തുറയെ സംബന്ധിച്ചിട്ട് അവിടെ ശ്രീ K. ബാബുവാണ് നിലവിലത്തെ MLA. ഒരു പ്രാവശ്യം ശ്രീ M. സ്വരാജ് കഴിഞ്ഞ പ്രാവശ്യം MLA ആയിരുന്നു. ഈ 2026 വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ഈ 2 മണ്ഡലങ്ങളുടെയും ഒരു സ്ഥിതി? ശരിക്കും 3 എടുക്കായിരുന്നു. കാരണം ഈ തൃക്കണ്ണായാണ്. കാരണം 3 മണ്ഡലങ്ങൾക്കാണ് ത്രീഡ് തുടങ്ങുന്നത്. തൃക്കാക്കര, തൃപ്പൂണിത്തുറ, തൃക്കരിപ്പൂര്. തൃക്കാക്കര കുറച്ച് വിശദീകരിച്ച് പിന്നെ എടുക്കാം. അപ്പം തൃക്കരിപ്പൂരിൽ നിന്ന് തുടങ്ങാം. കാസർഗോഡ് ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃക്കരിപ്പൂര്. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരവും കാസർഗോഡും UDFിൻ്റെ കയ്യിലാണ്, മുസ്ലിം ലീഗിൻ്റെ കയ്യിലാണ്. BJP വളരെ ശക്തമായ സാന്നിധ്യമാണ്, അവിടെ 2ാം സ്ഥാനത്താണ്. അത് കഴിഞ്ഞാൽ പിന്നുള്ളതാണ് കാഞ്ഞങ്ങാടും മുതുമയും തൃക്കരിപ്പൂരും. തൃക്കരിപ്പൂർ മണ്ഡലം ശരിക്കും VIP മണ്ഡലമാണ്. 87-ൽ നായനാർ അവിടെ നിന്നാണ് മത്സരിച്ച് വിജയിച്ച് മുഖ്യമന്ത്രിയായത്. അത് 77 രൂപീകൃതമായ മണ്ഡലമാണ് തൃക്കരിപ്പൂര്. എല്ലാ കാലത്തും ചുവന്ന് കിടക്കുന്നൊരു മണ്ണ. 77-ൽ അവിടെ നിന്ന് P. കരുണാകരൻ മണ്ഡലം രൂപീകരിച്ചിട്ട് ആദ്യത്തെ MLA P. കരുണാകരനാണ്, നമ്മളെ AKGയുടെ മകളുടെ ഭർത്താവ്. അത് കഴിഞ്ഞിട്ട് 80-ലും P. കരുണാകരൻ വിജയിക്കുന്നു. 82-ൽ O. ഭരതൻ CIT നേതാവായിരുന്നു. O. ഭരതൻ ജയിക്കുന്നു. പിന്നീട് അദ്ദേഹം വടകരയിൽ നിന്ന് MP ആയിട്ടുണ്ട്. അങ്ങനെ 87-ൽ നായനാർ അവിടെ നിന്ന് മത്സരിച്ച് മുഖ്യമന്ത്രിയാകുന്നു. 91-ലും നായനാർ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു. 96-ലും 2001-ലും ഒക്കെ അവിടെ നിന്ന് ജയിച്ചത് KP സതീഷ് ചന്ദ്രനാണ്, പഴയ CPM ജില്ലാ സെക്രട്ടറി. KP സതീഷ് ചന്ദ്രൻ അവിടെ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം DYFയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് വരുന്നത്. അതിനുശേഷം പിന്നീട് അവിടെ നിന്ന് K. കുഞ്ഞിരാമൻ 2 തവണ വന്നു. ഇപ്പോൾ 2 തവണയായിട്ട് M. രാജഗോപാലാണ്. 2016-ൽ M. രാജഗോപാൽ അവിടെ മത്സരിച്ച് വിജയിക്കുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള KP കുഞ്ഞിക്കണ്ണനോടാണ്. അന്ന് ഏകദേശം 17,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം ജയിക്കുന്നത്, M. രാജഗോപാൽ. അതിനുശേഷം M. രാജഗോപാൽ 2021-ൽ മത്സരിച്ചപ്പം ഭയങ്കരമായിട്ട് ഭൂരിപക്ഷം കൂടി. M. രാജഗോപാലിന് ഏകദേശം 26,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമായി. കാരണം കേരള കോൺഗ്രസിന് ആ സീറ്റ് കൊടുത്ത് MB ജോസഫാണ് അവിടെ മത്സരിച്ചത്. അതാണ് ആ മണ്ഡലത്തിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പം അവിടുത്തെ സ്ഥിതി കുറച്ചുകൂടെ മാറ്റം വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പം അവിടെ 88.15% പോളിംഗ് ഉണ്ടായിരുന്നു 2024-ൽ. രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ കിട്ടിയത്, ആ മണ്ഡലത്തിൽ കിട്ടിയത് 75,643 വോട്ടാണ്. അവിടെ LDFിൻ്റെ MP ബാലകൃഷ്ണൻ കിട്ടിയത് 65,195. 10,000 വോട്ടിന് UDF ലീഡ് ചെയ്തു തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ. അപ്പം 10,448 വോട്ടിന് 17,085 വോട്ടാണ് NDAക്ക് അവിടെ കിട്ടിയത്. NDA അതായത് കാസർഗോഡ് ജില്ലയ്ക്കകത്ത് 2 മണ്ഡലങ്ങളിൽ BJP വളരെ ശക്തമാകുമ്പോൾ തന്നെ ബാക്കിയുള്ള 3 വലിയ മേൽവിലാസമൊന്നുമില്ല എന്നുള്ളതാണ്. സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു ജമ്പിങ് പോലും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. ഏകദേശം 45% വരുന്ന മുസ്ലിം ജനസംഖ്യയുള്ള ഒരു മണ്ഡലമാണ് തൃക്കരിപ്പൂർ മണ്ഡലം എന്ന് പറയുന്നത്. ആ മുസ്ലിം വോട്ടുകൾ UDF അനുകൂലമായി എൻ ബ്ലോക്കായിട്ട് നീങ്ങാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കാരണം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിം സമൂഹത്തിൻ്റെ അങ്ങോട്ട് അടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ അത് തന്നെ ഉണ്ടായിട്ടുള്ളത്. കാരണം ലക്ഷങ്ങൾക്ക് വിലയില്ലാത്തൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയത്. നമ്മളെ അതിനു മുമ്പെന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കണം, 2009-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം MI ഷാനവാസിനായിരുന്നു, 1,32,000 വോട്ടം കണ്ട്. അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധി വന്നപ്പോൾ 4 കിട്ടിയത്, പ്രിയങ്കയ്ക്കും കിട്ടിയെന്നൊക്കെ പറയുന്നത് വേറെയാണെന്ന് പറയാം. പക്ഷേ ഇത് ഹൈബി തൊട്ട് PT മുഹമ്മദ് ബഷീറിനും സമദാനിക്കും എല്ലാവർക്കും ലക്ഷങ്ങളുടെ ഒഴുക്കായിരുന്നു. അപ്പം ആ ഒരു സാധനം റിഫ്ലക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ മണ്ഡലം കഴിഞ്ഞ തവണ ജോസഫ് ഗ്രൂപ്പാണെന്ന് തോന്നുന്നു മത്സരിച്ചത്, MP ജോസഫ്. ഇത്തവണ ആ സീറ്റ് കാരണം അൻവറിൻ്റെ ടീം തൃണമൂൽ കോൺഗ്രസ് ആണെന്ന് അവകാശപ്പെടുകയും അല്ലെന്ന് എതിർഭാഗം പറയുകയൊക്കെ ചെയ്യുന്ന അവർക്ക് എന്തായാലും അസോസിയേറ്റ് മെമ്പർ തന്നെ ആക്കിയല്ലോ UDFിനകത്ത്. അപ്പോൾ അങ്ങനെ ആക്കിയിട്ടുണ്ട്. അവരും ചോദിച്ചിട്ടുള്ള 3 സീറ്റുകൾ ഒന്ന് തൃക്കരിപ്പൂരാണ്, ഒന്ന് ബേപ്പൂരാണ്, ഒന്ന്
ഒന്ന്, കാരണം ബേപ്പൂർ പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു റിസ്കി ഫാക്ടറുണ്ട്. UDF ഒരു സീറ്റ് പിടിച്ചു കൊടുത്തിട്ടാണ് അൻവർ അങ്ങോട്ട് ചെല്ലുന്നത്. അങ്ങനെയുണ്ട്. അൻവർ ജയിച്ച നിലമ്പൂർ മണ്ഡലം UDF ഇലക്ഷന് മുമ്പ് ഒരു മൈലേജ് കിട്ടുന്ന രീതിയിൽ UDF നിലമ്പൂരിൽ ബൈ ഇലക്ഷൻ ഉണ്ടാക്കുകയും 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയുകയും ചെയ്തപ്പം UDF വലിയൊരു ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുത്തു. അൻവർ രാജിവെച്ചിട്ടില്ലെങ്കിൽ അതുണ്ടാവത്തില്ലായിരുന്നു. അൻവറിന് രാജിവെക്കാതെ തന്നെ ഇവരുമായിട്ട് ബാർഗൈനിങ് നടത്തിയിട്ട് വേണമെങ്കിൽ ചെയ്യായിരുന്നു. പക്ഷേ അൻവർ ഒറ്റയടിക്ക് രാജിവെച്ചു. അൻവർ സ്വതന്ത്രനായിട്ട് ഇപ്പോൾ നിന്നപ്പോൾ പിടിച്ച വോട്ട് നിർണായകമായി. അങ്ങനെയാണ് UDF ജയിക്കുന്നത്. ഇപ്പോൾ ഒരു സീറ്റ് അങ്ങോട്ട് കൊടുത്തിട്ടാണ് പോകുന്നത്. ചില പഞ്ചായത്ത് പിടിച്ചു കൊടുത്തിട്ടാണ് പോകുന്നത്. അതും പഞ്ചായത്തുകളും ചിലത് പിടിച്ചു കൊടുത്തു അൻവർ. അവർക്ക് അട്ടിമറിച്ചിട്ട് ചുങ്കത്തറ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ളത് പിടിച്ചു കൊടുത്തു. പോകുമ്പം അൻവർ ചോദിക്കുന്ന 3 സീറ്റും, ഒന്ന് തൃക്കരിപ്പൂര്, അത് പിന്നെ നിസാർ മേത്തറിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. പഴയ PDP-യിലൊക്കെ ഉണ്ടായിരുന്നതാണ്. പഴയ DIC-ലുണ്ടായിരുന്നു, കോൺഗ്രസിലുണ്ടായിരുന്നു. നിസാർ മേത്തറിന് വേണ്ടിയിട്ട്. സജീവ് മഞ്ഞക്കടമ്പിന് വേണ്ടിയിട്ട് പൂഞ്ഞാർ സീറ്റും ചോദിക്കുന്നു. പിന്നെ വേപ്പൂർ സീറ്റിലേക്ക് പുള്ളിയും ഇപ്പം വില്ലിങ് ആയിട്ടുണ്ട്. ഇത് 3ഉം ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിരിക്കുന്ന സീറ്റാണ്. അങ്ങനെയുണ്ട്. UDF സിറ്റിംഗ് സീറ്റുകളല്ല ചോദിക്കുന്നത്. അപ്പോൾ ചോദിക്കുന്നതിനകത്ത് ധാർമ്മികമായിട്ട് ശരികളൊന്നുമില്ല അതിനകത്ത്. കാരണം എന്തായാലും ഒരു തോറ്റ സീറ്റാണ്, തോക്കുന്ന സീറ്റാണ്. ബേപ്പൂർ സീറ്റെന്ന് പറഞ്ഞാൽ ബേപ്പൂർ കാലങ്ങളായിട്ട് ഒരു തോറ്റുകൊണ്ടിരിക്കുന്ന സീറ്റാണ്. വലിയ ഭൂരിപക്ഷത്തിന് തോറ്റുകൊണ്ടിരിക്കുന്നത്. അവിടെ TK ഹംസ 3 തവണ 4 തവണ കണ്ട് മത്സരിച്ച് വിജയിച്ചു. VKC മുഹമ്മദ് കോയ പിന്നീട് ജയിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റിയാസ് വന്ന് ജയിച്ചു. റിയാസ് കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചു. അങ്ങനെയുള്ള മണ്ഡലത്തിലേക്ക് പോകുമ്പം അവരെടുക്കുന്ന റിസ്ക് ഉണ്ട്. ആ റിസ്കിന് പ്രത്യുപകാരം എന്നുള്ള രീതിയിൽ 3 സീറ്റ് വേണമെന്ന് പറയുമ്പം, അവകാശപ്പെടുമ്പം, പൂഞ്ഞാർ സീറ്റിൻ്റെ സ്ഥിതി അത് തന്നെയാണ്. പൂഞ്ഞാർ സീറ്റിൽ UDF ജയിച്ചിട്ട് എത്ര കാലമായി? ജോർജ് UDF കൂടെ നിന്ന സമയത്ത് മാത്രമാണ് ഒന്ന് ജയിച്ചത്, 2011. അല്ലാത്തപ്പോൾ ഒക്കെ ജോർജ് ഇങ്ങനെ ജയിച്ചു വരുന്നു. ജോർജ് LDF കൂടെയായിരുന്നു. പിന്നെ ജോർജ് സ്വതന്ത്രനായിട്ട് 2016 ജയിക്കുന്നു. ഇത്തവണ LDF ആ സീറ്റ് പിടിച്ചെടുത്തു 2021. അപ്പോൾ UDF സീറ്റല്ല. തൃക്കരിപ്പൂർ മണ്ഡലം എന്ന് പറയുമ്പോൾ, തൃക്കരിപ്പൂർ മണ്ഡലം 1977 ഉണ്ടായപ്പോൾ തൊട്ട് ഞാൻ പറഞ്ഞല്ലോ, രൂപീകരിച്ച അന്ന് തൊട്ട് ഇന്ന് വരെ CPM സ്ഥാനാർത്ഥികളല്ലാതെ മത്സരിച്ച് വിജയിക്കാത്തൊരു സീറ്റാണ്. അത് ചോദിക്കുന്നതിനകത്ത് അധാർമികതയില്ല. അത് അവർക്ക് ചോദിക്കാൻ റൈറ്റ് ഉണ്ട് അവർക്ക്, അവരെ സംബന്ധിച്ചിടത്തോളം. ഇത്രയും കാലമായിട്ട് അവർക്ക് നിലനിർത്താൻ പറ്റാത്തൊരു മണ്ഡലം ഞങ്ങൾ മത്സരിക്കുക, ഞങ്ങൾക്ക് തരൂ എന്ന്, ഞങ്ങൾ പിടിച്ചെടുത്ത് തരാം എന്ന് പറയുമ്പം അത് കൊടുക്കേണ്ടേ വേണ്ടെന്നുള്ള അഭിപ്രായം കൊടുക്കാൻ സാധ്യതയുണ്ട്, കൊടുക്കേണ്ടതുമാണ്. അതിപ്പോൾ സജീവ് മഞ്ഞക്കടമ്പിലാണെങ്കിലും ഇനിയിപ്പോൾ ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് പൂഞ്ഞാറ് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ UDF മിനിസ്ട്രി വന്നു കഴിഞ്ഞാൽ സജീവ് മഞ്ഞക്കടമ്പിനെ വല്ല കോർപ്പറേഷനിലോ ബോർഡിൻ്റെയോ ചെയർമാൻ സ്ഥാനം കൊടുക്കും. പക്ഷേ തൃക്കരിപ്പൂരും ബേപ്പൂരും എന്നുള്ളത് ഇവർ കടുംപിടുത്തം പിടിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. അത് പിന്നെ കൊടുക്കേണ്ടതുമാണ് എന്നുള്ള അഭിപ്രായത്തിലാണ്. ഈ നിസാർ മേത്തർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ഒരാളാണ്. വർഗീയ വിരുദ്ധത നിലപാട് വളരെ ശക്തമായിട്ട് എടുത്തിട്ടുണ്ട്. SDPI പോലെയുള്ള സംഘടനകൾക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന നിസാർ മേത്തർ ഞാൻ പലവട്ടം ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ തീവ്രവാദ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നുണ്ട്. അതൊരു മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ അങ്ങനെ ഒരു മതേതര ശബ്ദമായിട്ട് വരുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പം അദ്ദേഹം 2000 തൊട്ട് 2005 വരെ അദ്ദേഹം കേസിലൂടെ കടന്നു വന്നു. പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിന്നെ വളരെ സജീവ പ്രവർത്തകനായിരുന്നു. കരുണാകരൻ പിന്നെ DIC രൂപീകരിച്ചപ്പോൾ 2005 തൊട്ട് 2007 വരെ DIC-യിൽ പ്രവർത്തിച്ചു. പിന്നീട് അത് കഴിഞ്ഞിട്ട് 10-16 വർഷം PDP-യുമായിട്ട് അസോസിയേറ്റ് ചെയ്തു പോയി. കഴിഞ്ഞ 2024 നമ്മളെ പിന്നെ ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഘടകം ഇവിടെ അൻവർ നേതൃത്വത്തിൽ രൂപീകരിച്ചപ്പോൾ തൊട്ട് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പോകുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ സജീവ സാന്നിധ്യമാണ്. സംരംഭകരും കൂടിയാണ്. കാരണം രാഷ്ട്രീയം കൊണ്ട് ഉപജീവനം കഴിക്കേണ്ട ആവശ്യമില്ല. കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് നടത്താൻ പറ്റുന്ന ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇദ്ദേഹം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തിൽ സ്വതന്ത്രനായിട്ട് മത്സരിച്ചിട്ട് ഏകദേശം 3000-ഓളം വോട്ട് നേടിയിരുന്നു. 2019 മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തിന് സ്വതന്ത്രനായിട്ട് മത്സരിച്ചിട്ട് അന്ന് 5000-ഓളം വോട്ട് നേടിയിട്ടുണ്ട്. പാരമ്പര്യമായിട്ട് കോൺഗ്രസ് കുടുംബമാണ്. അദ്ദേഹത്തിൻ്റെ പിതാവാണെങ്കിലും മകല് കമ്മിറ്റിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ആളാണ്. നിസാർ മേത്തറിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേണും കൂടെ വെച്ച് നോക്കുമ്പോൾ 45% മുസ്ലിം വോട്ടർമാരുള്ളൊരു മണ്ഡലം. അവിടെ അങ്ങനെ ഒരു മത്സരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, കാരണം ഈ മുസ്ലിം വോട്ടുകൾ UDF അനുകൂലമായിട്ട് ഏകീകരിക്കപ്പെടുന്നൊരു സ്ഥിതിയുണ്ട്. അതിപ്പോൾ നമ്മൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ നമ്മൾ പറഞ്ഞു, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. ആ ഒരു സാധനം അവിടെ ആവർത്തിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ട് ആ മണ്ഡലത്തിൽ അട്ടിമറി നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്തവണ ഇപ്പോൾ അവിടെ ആരായിരിക്കും മത്സരിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ അവിടെ കഴിഞ്ഞ 2 തവണ ഇപ്പോൾ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചത് M രാജഗോപാലാണ്. അപ്പോൾ M രാജഗോപാലിന് ഇപ്പോൾ ഒരു ഇളവ് കൊടുത്ത് 3ാം ടൈം കൊടുക്കുമോ എന്നുള്ളത് അറിയത്തില്ല. M രാജഗോപാൽ അങ്ങനെ ഒരു വലിയ ഫാക്ടറും അല്ല അവിടെ. M രാജഗോപാൽ തന്നെ നിന്നാലേ മണ്ഡലം പിടിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതൊന്നുമില്ല. അപ്പോൾ വേറെ ആരെങ്കിലും തന്നെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. സതീഷ് ചന്ദ്രനെ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിർത്താൻ സാധ്യതയുണ്ട്. പക്ഷേ എന്തായിരുന്നാലും ശരി, നല്ലൊരു ഫൈറ്റ് ഉണ്ടാക്കാൻ നിസാർ മേത്തർ വന്നു കഴിഞ്ഞാൽ സാധ്യമാവും. പിന്നെ ND അവിടെ ഒരു നിർണായക ഘടകമല്ല. ND അതുകൊണ്ട് തന്നെ അവരിനി എങ്ങോട്ടെങ്കിലും ക്രോസ് വോട്ട് ചെയ്യുമെന്നുള്ള അവർക്കുള്ള വോട്ട് അവിടെ കേഡർ വോട്ടാണ്. കാസർഗോഡ് ജില്ലയിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഉള്ളത് BJPക്ക് ഒരാൾക്കൂട്ടത്തിൻ്റെ വോട്ടല്ല കിട്ടുന്നത്. ഈ 10,000 വോട്ടേ കിട്ടുന്നുള്ളെങ്കിലും അത് കേഡർ വോട്ട് അതിനകത്തുണ്ട്. കാരണം ശാഖകൾ സജീവമായിട്ടുള്ള സ്ഥലമാണ് ഉള്ളിടത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സാധ്യത ഇല്ലാത്തതുകൊണ്ട് അവർ ക്രോസ് വോട്ടിങ് നടത്തിയിട്ട്
ആരെയാണോ തോപ്പിക്കാനും ജയിപ്പിക്കാനും തീരുമാനിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം LDF മിനിസ്ട്രി വരണമെന്നായിരിക്കും അവർക്ക് ആഗ്രഹം ഉണ്ടാകുക, കാരണം കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ പിന്നെ ക്രോസ് വോട്ടിംഗ് നടന്നിട്ടില്ലെങ്കിൽ നിസാർ മേത്തറിന് അവിടെ നിന്ന് ഇപ്പോഴത്തെ ഒരു ഭരണവിരുദ്ധ തരംഗം എന്ന് പറയുന്നൊരു സംഭവം മലബാറിലെ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണവും രണ്ടും കൂടി കണക്കിലെടുക്കുമ്പം അവർക്ക് ജയിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഇപ്പോഴത്തെ ക്രോസ് വോട്ടിംഗ് നടന്ന് BJPയുടെ വോട്ട് 10,000 എന്നുള്ളതിന് 5,000 വോട്ട് അപ്പുറത്തോട്ട് തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഡീൽ ഉറപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ CPM-ന് തന്നെ വീണ്ടും ജയിക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ അവിടത്തേക്ക് ഫിറ്റാവുന്നൊരു കാൻഡിഡേറ്റാണ് നിസാർ മേത്തർ എന്നുള്ളതാണ്. അതുമാത്രമല്ല, അൻവറിന് ചോദിക്കുന്ന ഈ സീറ്റുകൾ ചോദിക്കുന്നതിനകത്തും കുറ്റം പറയാൻ പറ്റത്തില്ല. ഒരു സ്ഥാനാർത്ഥി അവതരിപ്പിക്കുന്ന കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എത്രയോ സീറ്റിൽ മത്സരിക്കുന്നു, തോക്കുന്ന എല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ശ്രേയാംസ് കുമാറിനും സീറ്റ് ചോദിക്കുന്നുണ്ട്. ശ്രേയാംസ് കുമാർ പിന്നെ ഇടതു മുന്നണിയുടെ ഭാഗമായിട്ട് വന്നു. അപ്പോൾ വഴിയെ പോകുന്നവനും വരുന്നവനും എല്ലാം വന്ന് സീറ്റ് ചോദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ സീറ്റ് ചോദിക്കുന്ന സമയത്ത് ഇപ്പോൾ CP ജോണിന് പോലും 2 സീറ്റ് ചോദിക്കാനുള്ള അർഹതയുണ്ടെന്നുള്ള അഭിപ്രായക്കാരൻ ഞാൻ ഒരു സീറ്റ് കഴിഞ്ഞ തവണ കൊടുത്തത്. അത് UDF പരിഗണിക്കേണ്ടതാണ്. പിന്നെ നമ്മളിനി അടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തൃപ്പൂണിത്തറ നിയമസഭാ മണ്ഡലമാണ് നമ്മൾ പറഞ്ഞത്. തൃപ്പൂണിത്തറ നിയമസഭാ മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് 1965 രൂപീകരിച്ചതാണ്. അന്ന് പിന്നെ നിയമസഭ പിരിച്ചു വിട്ടു. 67 TK രാമകൃഷ്ണനാണ് അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് TK രാമകൃഷ്ണൻ 77-ലും 80-ലും വീണ്ടും ജയിക്കുന്നു. അതേസമയം 70-ൽ അവിടെ നിന്ന് കോൺഗ്രസ്സാണ് ജയിക്കുന്നത്. പിന്നെ KGR കർത്ത NDPയുടെ ഭാഗമായിട്ട് 82 ജയിക്കുന്നു. പിന്നെ 87-ൽ V വിശ്വനാഥ മേനോൻ ജയിക്കുന്നു. വിശ്വനാഥ മേനോൻ മന്ത്രിയായിരുന്നു വയനാട് മന്ത്രിസഭയിൽ. TK രാമകൃഷ്ണൻ മന്ത്രിയായിരുന്നു. അങ്ങനെയുള്ളൊരു VIP മണ്ഡലമാണ്. പക്ഷേ 91-ൽ ആ മണ്ഡലത്തിൽ K ബാബു എന്ന ചെറുപ്പക്കാരനാണ്. 91 പറയുമ്പോൾ 35 വർഷം മുമ്പാണ്. ഇപ്പം പ്രായമായി ബാബുചേട്ടന്. പക്ഷേ ഈ K ബാബുവിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബാക്കിയുള്ള പലരെയും സാറെന്നൊക്കെയാണ് വിളിക്കുക. ഇത് ബാബുചേട്ടനാണ് ആൾക്കാർക്ക്. അങ്ങനെ ഉണ്ടല്ലോ, ബാബുചേട്ടനാണ്. തൃപ്പൂണിത്തറയിലെ മുഴുവൻ ആളുകൾക്കും ബാബുചേട്ടനാണ്. അങ്ങനൊരു സംഭവമുണ്ട്. മറ്റേതിപ്പോൾ ഉമ്മൻചാണ്ടി സാർ അല്ലെങ്കിൽ ആൻ്റണി സാർ എന്നൊക്കെയുള്ള ഈ സാറ് പോലും ഇല്ല ഇവിടെ. അപ്പോൾ എന്താ വെച്ചാൽ തൃപ്പൂണിത്തറക്കാർക്ക് അതൊരു ബാബുചേട്ടൻ തന്നെയാണ്. അത് അവിടുത്തെ ജാതി മത എല്ലാത്തിനും പരിഗണനകൾക്കപ്പുറമാണ്. പുള്ളി ആരെയൊക്കെ തോൽപ്പിച്ചത്? MM ലോറൻസിനെ തോൽപ്പിച്ചു, പിന്നെ ഗോപി കോട്ടമുറിക്കലിനെ തോൽപ്പിച്ചു, പിന്നെ ദിനേശ് മണിയെ തോൽപ്പിച്ചു, TK രാമകൃഷ്ണനെ പരാജയപ്പെടുത്തിയ എല്ലാം വമ്പന്മാരെയാ. M സ്വരാജിൻ്റെ മുമ്പിൽ 2016 തോറ്റെങ്കിലും 2021 അതേ M സ്വരാജിനെ പിന്നെ തോൽപ്പിച്ചു. ഇപ്പം അനാരോഗ്യം കാരണം എത്ര അനാരോഗ്യമായാലും കുഴിയിലോട്ട് കാല് നിട്ടിരുന്നാലും ICU കിടന്നാലും മാറിക്കൊടുക്കാത്ത കുറേ എണ്ണമുണ്ട്. അതിൻ്റെ മുമ്പിൽ കഴിഞ്ഞ തവണ ഒരു മാതൃക കാണിച്ചത്, ഏറ്റവും ആദ്യം കേരളത്തിൽ അങ്ങനെ മാതൃക കാണിച്ചത് BM സുധീരനാണ്. ആലപ്പുഴയിലെ തോൽവിക്ക് ശേഷം PS സുധീരൻ എന്ന് പറഞ്ഞാൽ അവരെ നിർത്തി KS മനോജ് ജയിച്ച ശേഷം പിന്നെ പുള്ളി പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് വന്നില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു മാതൃക കാണിച്ചായിരുന്നു. കാരണം KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഞാൻ മത്സരിക്കുന്നില്ല, ബാക്കിയുള്ള KPCC പ്രസിഡന്റുമാരൊക്കെ ആയിരിക്കുമ്പോൾ മത്സരിക്കാൻ തയ്യാറായി. പിന്നെ ഒരു മാതൃക കാണിച്ചത് KC ജോസഫാണ്. ഇരിക്കൂരിൽ 2021 മത്സരിക്കാതെ അവിടെ നിന്ന് മാറി അവിടെ സജീവ് ജോസഫിനെ നിർത്തിയത്. KC ജോസഫ് സ്വമേധയാ മാറി. ഇത്തവണ ഇപ്പം ബാബുചേട്ടൻ നിൽക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞു. 3 കൂട്ടരും പറഞ്ഞത് ബാബുചേട്ടൻ തന്നെ നിൽക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. കാരണം അവർക്ക് സീറ്റ് നിർണ്ണായകമാണ്. ബാബുചേട്ടന് പകരം ആരെന്നുള്ള വലിയ പ്രശ്നമാണ്. പിന്നെ ഒരു വായി നോക്കി നായരുണ്ട് അവിടെ. അയാൾ ഇപ്പോൾ അവിടെ നിൽക്കാൻ വേണ്ടി നിൽക്കുക. ചാനൽ ചർച്ചയിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വിവരക്കേടെല്ലാം വിളിച്ച് പറയുന്ന ഒരു ആളുണ്ട്. അയാൾ അവിടെ വന്നുകൂടിയതാണ്. അയാൾ രാജു നായർ എന്ന് പറഞ്ഞിട്ട് ആളുണ്ട്. ഇയാളെന്ന് വെച്ചാൽ ചാനൽ ചർച്ച കണ്ടാൽ തന്നെ മതി. അത്ര അറഗൻ്റായിട്ട് വിവരക്കേട് വിളിച്ച് പറയുന്ന ഒരാൾ ഡിബേറ്റാണെന്നാണ് പറയുന്നത്. ഡിബേറ്റിങ്ങനെ അല്ല നടത്തുന്നത്. ഓരോ ആളുകളുടെ നിലവാരത്തിനനുസരിച്ച് നമ്മൾ സംസാരിക്കും. ഇപ്പോൾ ഞാൻ ബാബുചേട്ടനെ കുറിച്ച് പറഞ്ഞു, TK രാമകൃഷ്ണനെ കുറിച്ച് പറഞ്ഞു, ഞാൻ പിന്നെ നിസാർ മേത്തറിനെ കുറിച്ച് പറഞ്ഞു, PV അൻവറിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ബാക്കി അവിടെ എതിരായിട്ട് മത്സരിച്ചിട്ടുള്ള ഇപ്പോൾ M രാജഗോപാലിനെ കുറിച്ച് പറഞ്ഞു, സതീഷ് ചന്ദ്രനെ കുറിച്ച് പറഞ്ഞു, നായനാരെ കുറിച്ച് പറഞ്ഞു ഒക്കെ പറഞ്ഞു. ഇവരെയൊന്നും ഞാൻ വായി നോക്കിയെന്ന് പറഞ്ഞില്ല, ഇവരെയൊന്നും ഊടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെയുള്ളവർ അങ്ങനെയാണ് അവരുടെ നിലവാരത്തിനനുസരിച്ച് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ രാജു P നായർ പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ, തൃപ്പൂണിത്തറ നിന്ന് കഴിഞ്ഞാൽ സൈസായി കിട്ടും. കാരണം കോൺഗ്രസ്സുകാർ കാത്തിരിക്കുക ശരിയാക്കി വിടാൻ. അപ്പോൾ ആളുകൾക്ക് പുള്ളിയുടെ രാഷ്ട്രീയ അഹങ്കാരമൊന്നും താല്പര്യമില്ല, ഇഷ്ടമില്ല. പിന്നീടുള്ള ഒന്ന് ദീപക് ജോയിയുടെ പേരാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അതിനും സാധ്യതയില്ല. ദീപക് ജോയി പോയി നിന്നാലും കാരണം ഡെപ്യൂട്ടി മേയറാണ്, അതൊരു വലിയ പദവിയാണ്. അത് വെച്ചിട്ട് പിന്നീട് നിയമസഭ ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റുമാർ പോലും മത്സരിക്കരുതെന്നാണ് തീരുമാനത്തിലായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് മത്സരിച്ച് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വെറും ഒരു കോർപ്പറേഷനിലെ കൗൺസിലറാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ദീപ്തി മേരി വർഗീസിനെ പരിഗണിക്കാം. അവർ വെറും ഒരു ഡിവിഷൻ എന്നുള്ള കൗൺസിലർ മാത്രമോ, അവർക്ക് വേറെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയുണ്ട്, മേയറോ ഡെപ്യൂട്ടി മേയറോ ഒന്നും ഇല്ല. വലിയ സാധ്യതയുണ്ട് കേട്ടോ. ദീപ്തി മേരിക്ക് തൃപ്പൂണിത്തറ നല്ല സാധ്യതയുണ്ട്. കാരണം അവിടെ ഈഴവ വോട്ടുകൾ വളരെ പ്രസക്തമാണ്. പിന്നെ ഹിന്ദു വോട്ടുകൾ എന്ന് പറയുന്നത് തന്നെ വലിയൊരു വോട്ട് ബാങ്കാണ്. ക്രിസ്ത്യൻ വോട്ടുകളും അത്യാവശ്യമുള്ള സ്ഥലമാണ് അവിടെ. അപ്പോൾ അങ്ങനെ പിന്നെ എല്ലാ സഭകളുടെയും ചെറിയ ചെറിയ പാരിഷുകളൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ ഒരു സഭയ്ക്കായിട്ട് പ്രത്യേകിച്ച് വലിയ മേധാവിത്വമുള്ള ഒന്നല്ല. മറ്റുള്ളിടത്തെ ഇപ്പോൾ അങ്കമാലി പോലെയോ അല്ലെങ്കിൽ ചാലക്കുടി പോലെയോ ഒന്നുമല്ല. അങ്ങനത്തെ രീതിയല്ല. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലാറ്റിൻ
മേധാവിത്വമുള്ള മണ്ഡലങ്ങൾ പോലെയോ ഒന്നുമല്ല. അങ്ങനെ വരുമ്പോൾ അവിടെ ദീപ്തി മേരി വർഗീസിനെ ഇട്ട് കഴിഞ്ഞാൽ രണ്ടിടത്തുനിന്നുള്ള വോട്ട് പിടിക്കാൻ പറ്റും. ബി ജെ പിക്ക് നല്ല സ്കോപ്പുള്ളൊരു മണ്ഡലമാണ്. ബി ജെ പി ആരെ പ്ലേസ് ചെയ്യുന്നുള്ളതിനനുസരിച്ചിരിക്കും. ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനെ പോലുള്ള ആൾക്കാരെ കൊണ്ടുപോയത് വൈസ് ചാൻസലറായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് പല പദവികളിലും ഇരുന്ന മനുഷ്യനാണ്. ആ ഇരുന്ന PSC ചെയർമാനായിരുന്നു. പുള്ളിയെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ബി ജെ പിക്ക് മത്സരിക്കാൻ പറ്റിയ മണ്ഡലം. എം ലിജുവിനെ അവിടെ ദീപ്തി മേരി വർഗീസിനേക്കാൾ ഞാൻ സാധ്യത കാണുന്ന ഒരാളാണ് എം ലിജു അമ്പലപ്പുഴയിലാണ് കഴിഞ്ഞ തവണയൊക്കെ മത്സരിച്ച് തോറ്റത്. എം ലിജുവിനെ പോലെ ഒരാൾ കേരള നിയമസഭയിൽ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കാൻ യോഗ്യമാണ്, മാന്യനാണ്, ചാനൽ ചർച്ചയിലും വളരെ മാന്യനാണ്, കറക്റ്റായിട്ടുള്ള പൊളിറ്റിക്സ് പറയാൻ അറിയുന്ന ഒരാളാണ്, അത്രയും മാന്യനായിട്ടുള്ള ആളാണ്. ആലപ്പുഴ DCC പ്രസിഡന്റ് എന്നുള്ള രീതിയിലും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള രീതിയിലും കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ഈഴവ സമുദായ അംഗമാണ്. അപ്പോൾ ആവശ്യമായിട്ട് മാറുമ്പോൾ അവിടുത്തെ ഏറ്റവും പറ്റുന്നൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്ന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുന്നത് എം ലിജുവിനാണ്. സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ എം ലിജു വേറെ എവിടെയെങ്കിലും ഉള്ള സുരക്ഷിത സീറ്റിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കൊടുക്കാൻ പറ്റുന്നത് ദീപ്തി മേരി വർഗീസിനാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. തൃക്കരിപ്പൂരിൽ അവിടെ എം രാജഗോപാലനെ നിൽക്കുക, അല്ലെങ്കിൽ വേറെ അവിടെ CPM-നെ സംബന്ധിച്ചിടത്തോളം ക്ഷാമമൊന്നുമില്ല. കേഡർമാർ ഇഷ്ടം പോലെ ഉണ്ട്. എം രാജഗോപാലനെ നിന്നോണമെന്നില്ല. പുള്ളിക്കൊക്കെ ചിലപ്പം 2 ടൈം എന്നുള്ളത് നിർബന്ധം തന്നെ ആക്കും. UDF-നെ നിർത്താൻ പറ്റുന്ന ഏറ്റവും മികച്ച കാൻഡിഡേറ്റ് നിസാർ മേത്ര തന്നെയായിരിക്കും. BJP അവിടെ ഒരു ഘടകമല്ല. തൃപ്പൂണിത്തുറെത്തുമ്പോൾ BJP വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. പിന്നെ രമേശ് പിഷാരടി ഒന്നും ഇതിന് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രമേശ് പിഷാരടി മമ്മൂട്ടി തന്നെ പറയണം നിൽക്കേണ്ടതെന്ന് പറയും. കാരണം 4 ഫോറിൻ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ അവന് കാര്യങ്ങൾ നടക്കുന്നത് അതെല്ലാം കുളമാവും. അപ്പോൾ അതുകൊണ്ട് തോന്നുന്നു എൻ്റെ അഭിപ്രായത്തിൽ UDF-ൻ്റെ സ്ഥാനാർത്ഥികളായിട്ട് വരാൻ സാധ്യതയുള്ളത്. തൃപ്പൂണിത്തുറയിൽ LDF-ന് ആര് വരും എന്നുള്ളത് നമുക്ക് പറയാൻ വയ്യ. BJP-ക്ക് ആര് വരും എന്നുള്ളതും പ്രവചിക്കൽ അസാധ്യമാണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ. പക്ഷേ UDF-ന് വേണ്ടിയിട്ട് വരാൻ ഏറ്റവും യോഗ്യരായിട്ടുള്ള ആൾക്കാർ ഒന്ന് എം ലിജുവാണ്, അല്ലെങ്കിൽ ദീപ്തി മേരി വർഗീസാണ്. അപ്പുറത്ത് ആ സീറ്റ് കാവ്യനീതി എന്ന രീതിയിൽ ബേപ്പൂർ സീറ്റ് ഏറ്റുവാങ്ങാൻ ചോദിച്ചു വാങ്ങാനുള്ള ആർജവം കാണിച്ച തൃണമൂൽ കോൺഗ്രസിന് അതിൻ്റെ കൂട്ടത്തിൽ തൃക്കരിപ്പൂർ കൂടെ ചോദിക്കുമ്പോൾ അതും കൊടുക്കുകയാണ് വേണ്ടത്. കാരണം 77 രൂപീകൃതമായിട്ട് ഇന്ന് വരെ ജയിക്കാത്ത സീറ്റ് കൊടുത്ത് അവിടെ നിസാർ മേത്ര നിന്നാൽ ഒരു പക്ഷേ ഒരു അട്ടിമറിക്കുള്ള സാധ്യത മുൻകൂട്ടി കാണുന്നു.